ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് കൊളപ്പുള്ളി ഹൈവേയിൽ ഈ കാണുന്നത് മങ്കര ജംഗ്ഷനാണ്. മങ്കര പോലീസ് സ്റ്റേഷനാണ് അവിടെ ദൂരെ കാണുന്നത്. സോ മങ്കര ജംഗ്ഷനാണ് ഇവിടെ നിന്ന് കാണുന്നത്. ഓക്കെ, സോ ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു 350-400 മീറ്റർ, 1/2 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ദൂരത്തിലാണ് ഈ ഒരു പ്രോപ്പർട്ടി കാണുന്നത്. ഇതേപോലെ നമുക്ക് മങ്കര വെള്ള റോഡിൽ നിന്നും ഏകദേശം ഒരു 300 മീറ്റർ ഡിസ്റ്റൻസിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരിക. ടോട്ടൽ 35 സെൻറ്റ് സ്ഥലമാണ്. അത്യാവശ്യം തെങ്ങുകളും കുറച്ച് പലജാതി മരങ്ങളൊക്കെ ആയിട്ടാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത്. ഓക്കെ, അതിലൊരു ചെറിയ വീടും ഉണ്ട്. ഒരു 4-5 വർഷം പഴക്കമുള്ളൊരു വീടുണ്ട്. അതിൽ ബാക്ക് സൈഡ് തേക്കാനുണ്ട് കേട്ടോ. ഇതാണ് അതിലേക്കുള്ള വഴി. ഈ ഒരു 50 മീറ്ററില്ല, ഒരു 20 മീറ്ററിൻ്റെ മുമ്പ് വരയ്ക്കൊക്കെ നമുക്ക് കോൺക്രീറ്റ് റോഡുണ്ട്. അതിന് തൊട്ടടുത്ത് തന്നെ ടാർ റോഡുണ്ട്. സോ ടാർ റോഡ് ഫ്രണ്ടേജ് ഇല്ല, ഇതൊരു പ്ലോട്ട് നിങ്ങളുടെ ഇറങ്ങി വരുന്നതാണ്. ഇതിൽ ടോട്ടൽ 35 സെൻറ്റ് സ്ഥലം റെക്റ്റാങ്കിളിലാണ് കിടക്കുന്നത്. നമുക്ക് ഡിവൈഡ് ചെയ്ത് മാറ്റാനും പറ്റും പ്ലേസ്. സോ ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം ഈ ഒരു പ്രോപ്പർട്ടിയുടെ ബാക്ക് സൈഡ് കണ്ടില്ല, തേച്ചിട്ടില്ല, വെട്ടുകല്ല് കൊണ്ടാണ് വീട് കെട്ടിയിരിക്കുന്നത്. കണ്ടില്ല, അവിടെ തേക്കാത്തവിടെ നമുക്ക് വെട്ടുകല്ല് കറക്റ്റായി കാണാം. ആ ഒരു മരം വരെ നമുക്ക് പ്രോപ്പർട്ടി ഉണ്ട് കേട്ടോ. ഈ വാഴകളാണ് ഇവിടെ കിടക്കുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു മരം കാണുന്നുണ്ട്. അതുവരയ്ക്കും നമ്മുടെ പ്രോപ്പർട്ടിയുടെ ലെങ്ത് ഉണ്ട്. ആ ഒരു മരം വരെ ഈ കാണുന്നില്ലേ, ഈ ഒരു തെങ്ങ് വരയ്ക്കും നമ്മുടെ പ്രോപ്പർട്ടി ഇതിൻ്റെ വീതി കാണുന്നുണ്ട്. ടോട്ടൽ 35 സെൻറ്റ് സ്ഥലം. നമുക്ക് മങ്കര പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നമ്മൾ പറഞ്ഞ ഒരു 500 മീറ്റർ. ഇവിടുന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ പാലക്കാട് ടൗണിൽ നിന്ന് വരുമ്പോൾ മങ്കര ജംഗ്ഷൻ, അതുപോലെ വെള്ള റോഡിൽ നിന്നൊക്കെ നമുക്ക് ഇവിടേക്ക് വരാം. SBI ബാങ്ക്, വെള്ള റോഡിൽ നിന്ന് SBI ബാങ്കിൻ്റെ സൈഡിലേക്കുള്ള റോഡിൽ വഴിക്ക് നമുക്ക് ഇവിടെ എത്താൻ പറ്റും. അതുപോലെ കോട്ടായി വഴിക്ക് വരികയാണെങ്കിൽ നമുക്ക് കാളിയാവ് പാലം കഴിഞ്ഞ് വരുന്ന റൂട്ടിൽ കൂടെ നേരെ വന്ന പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പായിട്ട് റൈറ്റ് സൈഡിൽ, മങ്കര പോലീസ് സ്റ്റേഷൻ എത്തുന്നതിൽ റൈറ്റ് സൈഡിലേക്ക് വന്നാലും ഇങ്ങോട്ടേക്ക് വരാം. അത്യാവശ്യം കുറേ തെങ്ങുകളും പലജാതി മരങ്ങളും ഒക്കെ ആയിട്ട് ഈ ഒരു പറമ്പ് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. മൊത്തത്തിൽ കാട് പിടിച്ച് കിടക്കണം. ആ ഒരു കണിക്കൊന്ന മരം കാണില്ലേ, അത് വരയ്ക്ക് ഇതിൻ്റെ ബൗണ്ടറി ആയിട്ട് വരും. അവിടെ നമുക്ക് കമ്പിവേലി കാണാം. അത്രയും ദൂരമുണ്ട്. ടോട്ടൽ അപ്പോൾ റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് കിടക്കുന്നത്. നല്ല വീതിയുണ്ട്. നമ്മൾ ഫ്രണ്ടിൽ കണ്ട ആ ഒരു തെങ്ങുകളൊക്കെ ചേർന്നാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജ് വരുന്നത്. ഇതൊക്കെ ഇതിനകത്ത് പെടുന്ന തെങ്ങുകളാണ്. ഓക്കെ, ഈ ഒരു സൈഡിൽ കൂടെ നമുക്ക് വഴി അങ്ങോട്ട് പോകുന്നുണ്ട്. മൊത്തം ടോട്ടൽ സ്ഥലത്തിൻ്റെ സൈഡാണ്. മൊത്തം കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ടൊന്ന് എടുക്കാൻ നമുക്ക് കുറച്ച് കഷ്ടമുണ്ട്, ഓരോ മുക്കും മൂലയും കിട്ടാനായിട്ട്. നാളെ ഞാൻ ഒരു ആവറേജ് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. സോ അതാ വീട് കാണുന്നു. ഇതൊക്കെ നമ്മുടെ പ്രോപ്പർട്ടിയിൽ പെടുന്ന ലൊക്കേഷനാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിലും ഒരു സ്ഥലമുണ്ട്. വേറൊരു കുടുംബക്കാരൻ്റെ തന്നെ ഇതിൻ്റെ സ്ഥലം വേറെ താഴെ കിടക്കുന്നുണ്ട്. സോ അത് നമ്മൾ മരം എടുത്ത് വരയ്ക്ക് നമുക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടി കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ അവിടെ ഒരു ദൂരത്ത് കണിക്കൊന്ന മരം കാണുന്നുണ്ട്. അത് വരയ്ക്ക് നമ്മുടെ പ്രോപ്പർട്ടിയാണ്. ഈ ഒരു കണിക്കൊന്ന മരമാണ്. ഇത് കാണുന്നവരേക്ക് നമ്മുടെ പ്രോപ്പർട്ടി കാണുന്നുണ്ട്. ഇതിലേക്ക് ഒരു ഞാൻ പറഞ്ഞൊരു ചെറിയൊരു വീടുണ്ട് പറഞ്ഞു. ഇതിലേക്കുള്ള വെള്ളത്തിൻ്റെ സോഴ്സ് ഇപ്പോൾ പൈപ്പ് ലൈനാണ്. നമുക്കിവിടെ എവിടെ കിണർ ഒഴിച്ചാലും വെള്ളം കിട്ടും കേട്ടോ. ഇപ്പോൾ ഇവർക്ക് പൈപ്പ് ലൈൻ കൊണ്ട് തന്നെ അത്യാവശ്യം ഓക്കെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നമുക്ക് ആ പൈപ്പ് ലൈൻ വേണ്ട, നമുക്ക് ഇതും കൂടി കിണറ്റിൻ്റെ വെള്ളം കൂടി വേണമെന്ന് എവിടെ വേണമെങ്കിൽ കിണർ ഒഴിക്കാം. നല്ല വെള്ളം കിട്ടുന്ന സ്ഥലം തന്നെയാണ്. നമുക്ക് മങ്കര സ്കൂൾ വളരെ അടുത്താണ്. അതുപോലെ അമ്മണി കോളേജ് നമുക്കിവിടെ അടുത്ത് വരുന്നുണ്ട്. പാലക്കാട്ടേക്കായാലും ഒറ്റപ്പാലത്തേക്കായാലും വളരെ ഇടയിലായിട്ട് നിയറസ്റ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. അതുപോലെ പത്തിരിപ്പാല സെൻറ്റർ ഇവിടെ നിന്ന് വളരെ നിയറസ്റ്റ് ആണ്. കണ്ടില്ല, ബാക്ക് സൈഡ് മാത്രമേ തേക്കാത്തുള്ളൂ, ബാക്കി എല്ലാവരുടെയും തേച്ചിട്ടുണ്ട്. സോ നമുക്കിനി വീട്ടിൻ്റെ അകവും കൂടി ഒന്ന് കാണാം. കണ്ടില്ല, ഇതിൻ്റെ ഫ്രണ്ട് നമ്മളിപ്പോൾ ഈ ഒരു പോർഷൻ മാത്രമല്ല, ഇതിൻ്റെ ഒരു തിട്ട് മേലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെയുള്ള മരങ്ങളൊക്കെ തെങ്ങൊക്കെ നമ്മുടെ ഇതിൽ പെടുന്നതാണ്. ഇതാണ് ഇതിനകത്തുള്ള വീട്. പക്ഷേ 4-5 വർഷം പഴക്കമുണ്ട്. കയറി കഴിക്കുന്ന ഒരു സിറ്റ് ഔട്ട് ഏരിയ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്കൊരു ലിവിങ് സ്പേസാണ് ഇവിടെ കാണുന്നത്. സോ ഈ ലിവിങ് സ്പേസ് കഴിഞ്ഞ് ഇതിൻ്റെ ത്രൂ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ അത്യാവശ്യം ചെറിയൊരു ഹാള്, ചെറിയൊരു ഫാമിലിക്ക് പറ്റിയൊരു വീട് തന്നെയാണ്. അത്യാവശ്യം വലുപ്പമുണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം ഒരു വലുപ്പമുള്ളൊരു ബെഡ്റൂം കാണാം. ഇത് അറ്റാച്ച്ഡ് അല്ല. സോ ബെഡ്റൂം കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് അടുത്തൊരു ബെഡ്റൂം ഇവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ അടുത്തായിട്ട് ഇവിടെ ഒരു ബെഡ്റൂം കാണാം. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്.
ഒരു പെയിൻറ്റിങ്ങും കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളും വൃത്തിയോടെ എടുത്തതെന്ന് വെച്ചാൽ നല്ലൊരു വീട് തന്നെയാണ്. ഓക്കെ, സോ 2 ബെഡ്റൂം, 1 അറ്റാച്ച്ഡ് ആണ്, 1 കോമൺ ആണ്. ഇവിടെ നമുക്ക് അടുക്കള കാണാം. അതാണ് ടോട്ടൽ ഈ വീടിൻ്റെ കാര്യമായിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കിലേക്ക് അവർ ഫൗണ്ടേഷൻ ഇട്ടിട്ട് വർക്ക് ഏരിയ ഇറക്കിയിട്ടുണ്ട്. അതാണിപ്പോൾ കിച്ചണും കാര്യങ്ങളും ഷെൽഫും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഇവിടെ വർക്ക് ഏരിയക്കുള്ള ഫൗണ്ടേഷൻ അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് തൽക്കാലത്തേക്ക് അവരൊരു ഷീറ്റ് ഇട്ട് ഇറക്കിയിട്ട് ഇവിടെ വിറകടുപ്പൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി. 35 സെൻറ്റ് സ്ഥലവും ഒരു വീടും. ഇതിൻ്റെ ഓണർ പറയുന്ന പ്രൈസും രസമായിട്ടുള്ള 35 സെൻറ്റിന് 35 ലക്ഷം കിട്ടിയാൽ മതി. ഇവിടെ അതിനെക്കാട്ടിലും നല്ല റേറ്റ് ഉണ്ട്. പക്ഷേ അവർക്കൊരു അത്യാവശ്യം ആയതുകൊണ്ട് 35 lakhs ആണ് അവർ ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ അവർ നെഗോഷ്യബിൾ ആണ്. ഈ പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞ പോലെ പാലക്കാട് കൊളപ്പുള്ളി ഹൈവേയിൽ മങ്കര ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 500 മീറ്ററിൻ്റെ ഉള്ളിലേ ഉള്ളൂ. അതുപോലെ വെള്ള റോഡിൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ ഏകദേശം 300 മീറ്ററിൻ്റെ ഉള്ളിലേ ഉള്ളൂ ദൂരം. സോ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ വിജയം. അപ്പോൾ എന്തായാലും അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.